അഭിനവ് ബിന്ദ്രയുടെയും രാജവർദ്ധൻ സിംഗ് റാത്തോഡിൻ്റെയും ഗഗൻ നാരംഗിൻ്റെയും വിജയ് കുമാറിൻ്റെയും പേരുകളോടൊപ്പം ഒരു യുവതിയുടെ പേര് കൂടി. 22 വയസ്സുള്ള ഹരിയാനക്കാരി മനു ഭാക്കർ. 2012 ശേഷം ഷൂട്ടിങ്ങിലെ ഇന്ത്യക്കുണ്ടായ മെഡൽ വരൾച്ച മനു അവസാനിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ വനിതയായും ഈ ഹരിയാനക്കാരി മാറി. ടോക്കിയോയിലുണ്ടായ കടുത്ത നിരാശയിൽ നിന്നുമാണ് പാരീസിലെ മനു ഭാക്കറിൻ്റെ മെഡൽ നേട്ടം. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ ആഗ്രഹിച്ചെത്തിയ മനുവിന് കണ്ണീരോടെ മടങ്ങാനായിരുന്നു വിധി. മത്സരിച്ച 3 വിഭാഗങ്ങളിലും ഫൈനൽ കാണാതെ പുറത്തായി. 25 മീറ്ററിൽ പിസ്റ്റൾ തകരാറായതായിരുന്നു പുറത്താകലിൻ്റെ കാരണം. 14-ാം വയസ്സ് വരെ മനു ഭാക്കറിൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ബോക്സിംഗ്, മാർഷൽ ആർട്സ്, സ്കേറ്റിംഗ്, നീന്തൽ, അത്ലറ്റിക്സ് തുടങ്ങിയ ഇനങ്ങളിൽ ചാമ്പ്യനായിരുന്നു മനു. എതിരാളിയെ മുഖാമുഖം നിന്ന് നിലംപരിശാക്കുന്നതാണ് എനിക്കിഷ്ടം. അതിനാൽ ബോക്സിംഗും മാർഷൽ ആർട്സും പ്രിയപ്പെട്ടതായി എന്നാണ് മനു പറയാറ്. എന്നാൽ ബോക്സിംഗ് മത്സരത്തിനിടെ കണ്ണിന് പരിക്കേറ്റത് മനുവിൻ്റെ കരിയർ മാറ്റിമറിച്ചു. അമ്മ സുമേധയുടെ നിർബന്ധത്തിന് മുന്നിൽ കീഴടങ്ങി ബോക്സിംഗ് ഉപേക്ഷിച്ച മനുവിന് അച്ഛൻ നൽകിയ ഷൂട്ടിംഗ് കിറ്റ് തുണയാവുകയായിരുന്നു. അധികം വൈകാതെ വെടിയൊച്ച മനുവിന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്തു. തുടർന്ന് ഡൽഹിയിൽ വിദഗ്ധ പരിശീലനത്തിനായെത്തിയ മനുവിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിൽ 2017 നടന്ന ദേശീയ ഗെയിംസിലൂടെ വരവറിയിച്ച മനു അന്ന് തൻ്റെ 15-ാം വയസ്സിൽ നേടിയത് 9 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളായിരുന്നു. 2018 ലോകകപ്പിൽ നേടിയ സ്വർണം ഉൾപ്പെടെ 6 വർഷത്തിനിടെ വെടിവെച്ചിട്ടത് 16 സ്വർണം. അപ്പോഴും ടോക്കിയോയിലെ പരാജയം ഒരു നൊമ്പരമായി തുടർന്നു. ആ നൊമ്പരം ഇന്നില്ലാതായിരിക്കുന്നു. യോഗ്യതാ റൗണ്ടിൽ 550 പോയിന്റുമായി 3-ാം സ്ഥാനം നേടിയായിരുന്നു മനുവിൻ്റെ ഫൈനൽ പ്രവേശനം. യോഗ്യതാ റൗണ്ടിൽ ആകെ 60 വെടിയുണ്ടകൾ മനു തൊടുത്തപ്പോൾ 27 തവണ 10 പോയിന്റ് നേടി. ഫൈനലിൽ 0.1 പോയിന്റ് വ്യത്യാസത്തിലാണ് മനുവിന് സ്വർണം വെള്ളി പോരിനുള്ള അർഹത നഷ്ടപ്പെട്ടത്. ആ നഷ്ടമില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായേനെ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം വിഭാഗത്തിലും 25 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലുമാണ് മനുവിന് ഇനി മത്സരമുള്ളത്. അതിൽ ഉന്നം കൃത്യമായി തൊടുക്കാൻ സാധിച്ചാൽ മനു ഭാക്കർ ചരിത്രം സൃഷ്ടിക്കും. അടുത്ത തവണ പൊന്നിനായി ശ്രമിക്കുമെന്നായിരുന്നു മെഡൽ നേട്ടത്തിന് ശേഷം മനുവിൻ്റെ പ്രതികരണം. മനു ഭാക്കർ എന്ന ഹരിയാനക്കാരി മാത്രമല്ല ഇന്ന് ആ സ്വപ്നത്തിന് പിന്നിലുള്ളത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ കൂടിയാണ്.